പ്രിയപ്പെട്ടവരെ, ഈ തിരി ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ കൈകളിൽ ലഭിച്ചത് ഓർമ്മയുണ്ടാകില്ല. കാരണം മാമോദീസ തൊട്ടിയുടെ സമീപം ജ്ഞാനസ്നാന മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ തിരി. വലിയ ശനിയാഴ്ച ഇന്നേ ദിവസം, ഇന്ന് ദുഃഖശനിയും എന്ന പേരിലും കൂടി അറിയപ്പെടുകയാണ്. ദുഃഖവെള്ളിയുടെയും ഈസ്റ്ററിന്റെയും മധ്യത്തിലുള്ള ഒരു ദിനം. ഈ ദിനം ഞാൻ ഈ പ്രകാശവുമായി നിൽക്കുന്നത് എന്തിനാണെന്നറിയാവോ? ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ ജീവദായകമായ പ്രകാശം ഏറ്റുവാങ്ങിയവരാ നമ്മളെല്ലാം. അത് മാമോദീസായിലൂടെ ഏറ്റുവാങ്ങിയവരാ. അതിനുശേഷം ഈ തിരിയുടെ നാളം കെടാതെ സൂക്ഷിച്ചോ. അതിനുള്ള ഒരു തിരിച്ചറിവ് നൽകുന്ന ദിവസമാണ് ഈ വലിയ ശനിയാഴ്ച ദിവസം. ഇന്ന് എല്ലാ ദൈവാലയങ്ങളിലും വെള്ളം വിശുദ്ധീകരിച്ച് നൽകും, തിരി വെഞ്ചിരിച്ച് നൽകും. എന്തിനാണ്? നമ്മൾ മാമോദീസായിലൂടെ കൈക്കൊണ്ട പ്രസാദപരമാകുന്ന ജലം വീണ്ടും നവീകരിക്കുന്നു. തിരി അന്ന് കത്തിച്ചു തന്നുകൊണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്ന ക്രിസ്തുവാണെന്ന് പറഞ്ഞു. എന്നിലൂടെ ഈ അന്ധകാരത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും ദൂരീകരിച്ച് പ്രകാശത്തിന്റെ അനുഭവം തരാമെന്നും ക്രിസ്തു പറഞ്ഞു. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ കൈമോശം വന്നുപോയി എന്തെങ്കിലും ഉണ്ടോ? ജീവജലത്തിന്റെ അരുവി വറ്റിപ്പോയോ? കത്തിച്ചു തന്ന ഈ തിരുനാളം കെടാതെ സൂക്ഷിച്ചോ? ഈ രണ്ട് ചിന്തകളാണ് ഇന്ന് നമുക്കുണ്ടായിരിക്കേണ്ടത്. നാളെ പുലരിയിൽ ആ കല്ലറയുടെ വാതിൽക്കൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഓർക്കണം, എന്നിലുള്ള ഈ അന്ധകാരം മാറ്റി പ്രകാശത്തിന്റെ അനുഭവം എനിക്ക് പകരാൻ സാധിച്ചിട്ടുണ്ടോ? ക്രിസ്തുവാകുന്ന ജീവജലത്തിന്റെ അരുവി എന്നിൽ ധാരാളമായിട്ട് ഒഴുകിയിട്ടുണ്ടോ? അതിനാൽ നമുക്ക് ഈ ദിനം, ഈ വലിയ ശനിയാഴ്ച, ഈസ്റ്ററിന്റെ തൊട്ട് മുൻപുള്ള ദിവസം ഒരുക്കത്തോടുകൂടി ആയിരിക്കാം. പ്രകാശം അവരിലേക്ക് കൊടുത്തുകൊണ്ട്, ജീവജലം അവരിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്കും അവന്റെ ദൂതരായി മാറാം. ഏവർക്കും വലിയ ശനിയാഴ്ചയുടെ എല്ലാ നന്മകളും നേരുന്നു.